ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് കിച്ചടിയാണ്. വളരെ രുചികരമായിട്ട് നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. നന്നായി ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 3 പച്ചമുളക് എരിവിന് ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്തു. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും 1/4 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായി ഞാനിതിവിടെ അരച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. കിച്ചടി തയ്യാറാക്കാനായി മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ചേർക്കാം. ബീട്രൂട്ട് നന്നായി വെന്ത് കിട്ടാൻ 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. വെള്ളമെല്ലാം നന്നായി വറ്റട്ടെ. ബീട്രൂട്ട് വേവാൻ വെച്ചിട്ട് അല്പം സമയമായി. ഇതിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. തേങ്ങ അരപ്പിലെ വെള്ളം വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്കിത് വേവിക്കാം. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ചെറുതായി ചൂടൊന്ന് ആറിയാൽ ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് തൈര് ഒഴിച്ച് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് നമുക്ക് എല്ലാ ഭാഗത്തേക്കൊന്നും ഇളക്കി യോജിപ്പിക്കാം. ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. തൈരും ബീട്രൂട്ടും കൂടി നന്നായി നമുക്കൊന്ന് യോജിപ്പിക്കാം. എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെ രുചി എത്തുന്ന വിധത്തിൽ നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനി ഇത് താളിക്കാം. ഒരു കടായി വെച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് 2-3 വറ്റൽമുളക് പൊട്ടിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്കിത് നമ്മുടെ ബീട്രൂട്ട് കിച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായ നമ്മുടെ ബീട്രൂട്ട് കിച്ചടി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഓണത്തിനും സദ്യക്കും ഊണിനുമൊക്കെ ഇതുപോലെ ഒരു ബീട്രൂട്ട് കിച്ചടി നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് subscribe and like, share, comment. Okay, bye bye.